സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റി എങ്ങനെ കാണാം എന്നുള്ള സെറ്റ് എക്സാമിനും MSCക്കും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അരോമാറ്റിസിറ്റി എന്ന് പറയുന്നത്. സോ വി കാൺ ഡിനൈ ദിസ് പാർട്ട്, അരോമാറ്റിസിറ്റി. അപ്പോൾ ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അതോ ആന്റി അരോമാറ്റിക് ആണോ, വെദർ ഇറ്റ് ഈസ് അരോമാറ്റിക് അല്ലെങ്കിൽ ആന്റി അരോമാറ്റിക് ആണോ അല്ലെങ്കിൽ നോൺ അരോമാറ്റിക് ആണോ എന്ന് അറിയില്ലേ എങ്ങനെയാണ്. അപ്പൊ അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അതിന്റെ ഇത്ര കാര്യങ്ങൾ അത് ഒബേ ചെയ്യുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ അല്ലെങ്കിൽ ആന്റി അരോമാറ്റിക് ആണോ അറിയില്ലേ. എന്ത് തന്നെ ആയാലും ആ ഒരു കോമ്പൗണ്ട് അരോമാറ്റിക്കോ ആന്റി അരോമാറ്റിക്കോ ആവാം. എങ്ങനെ ആയിരിക്കുമ്പോൾ ആ കോമ്പൗണ്ട് എന്തായിരിക്കണം? കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് പറഞ്ഞാല് ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഡബിൾ ബോണ്ട് ഉണ്ടാകുമ്പോൾ അതെന്തായിരിക്കും? അരോമാറ്റിക്കോ അല്ലെങ്കിൽ ആന്റി അരോമാറ്റിക്കോ ആവാം. അരോമാറ്റിക്കോ ആന്റി അരോമാറ്റിക്കോ ആവാം. അല്ലെങ്കിൽ ഒരു കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്ത് ഒരു പോസിറ്റീവ് ചാർജ് വരാം. ഒരു സിംഗിൾ ബോണ്ട് വന്നു, ഡബിൾ ബോണ്ട് വന്നു, സിംഗിൾ ബോണ്ട് വന്നു, ഒരു പോസിറ്റീവ് ചാർജ് വരാം. അല്ലെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് കഴിഞ്ഞ് ഒരു സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞ് ഒരു നെഗറ്റീവ് ചാർജ് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റാഡിക്കിള് അല്ലെങ്കിൽ ഒരു റാഡിക്കിളോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 ഇലക്ട്രോൺസോ വരാം. ഇങ്ങനെ വരുമ്പോഴാണ് എന്താവുന്നത്? ഒരു കോമ്പൗണ്ട് അരോമാറ്റിക്കോ ആന്റി അരോമാറ്റിക്കോ ആവും. ഇങ്ങനെ അല്ലാത്ത എല്ലാ കോമ്പൗണ്ടുകളും എന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. ഇങ്ങനെ അല്ലാത്ത ഒരു പോസിറ്റീവ് ചാർജോ ഒരു നെഗറ്റീവ് ചാർജോ അല്ലെങ്കിൽ റാഡിക്കളോ അല്ലെങ്കിൽ ഒരു 2 ഇലക്ട്രോണുകളോ അല്ലെങ്കിൽ 2 ഡബിൾ ബോണ്ട് അടുത്തടുത്ത് വരികയോ ഒന്നിലധികം അൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. ഇതില്ലാത്ത ഈ കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് അരോമാറ്റിക് ആവും അല്ലെങ്കിൽ അതെന്തായിരിക്കാം? ആന്റി അരോമാറ്റിക് ആയിട്ട് മാറാം. പിന്നെ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ആവണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ആയിരിക്കും. അരോമാറ്റിക്കോ ആന്റി അരോമാറ്റിക്കോ ആവണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റൂൾ അതെന്തായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം. രണ്ടാമത്തെ എന്തായിരിക്കണം? കോൺജുഗേറ്റഡ് ആയിരിക്കണം. രണ്ടാമത്തെ എപ്പോഴും എന്തായിരിക്കണം? കോൺജുഗേറ്റഡ് ആയിരിക്കണം. മൂന്നാമത്തെ എന്തായിരിക്കണം? പ്ലനാർ ആയിരിക്കണം. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ പ്ലനാർ ആയിരിക്കണം. ഒന്നാമത്തെ സൈക്ലിക് ആയിരിക്കണം. സൈക്ലിക് അല്ലാത്ത എല്ലാതും എന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. രണ്ടാമത്തെ കോൺജുഗേറ്റഡ് ആയിരിക്കും. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാല് ഈ ഒരു 4 കാര്യങ്ങൾ എന്തായാലും വരും. അല്ലാത്തത് നമുക്ക് എന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. മൂന്നാമത് പ്ലനാർ ആയിരിക്കും. നോൺ പ്ലനാർ ആണെങ്കിൽ അതെന്തായിരിക്കും? നോൺ അരോമാറ്റിക് ആയിരിക്കും. അതിന് എക്സാമ്പിൾ എന്താ? സൈക്ലോ ഹെക്സൈനൊക്കെ എന്താണ്? ഇറ്റ് ഈസ് ദ ആന്റി അരോമാറ്റിക് ബിക്കോസ് എന്താണ്? അതിന് നമുക്ക് അത് പ്ലനാർ ആണോ? അല്ല, നോൺ പ്ലനാർ ആണ്. ബിക്കോസ് അതിന്റെ ഇതെന്തുകൊണ്ട് അതിന് മാറിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഇത് കോൺജുഗേറ്റഡ് അല്ല. ഇതെന്തല്ല? കോൺജുഗേറ്റഡ് അല്ല. വേറൊരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ എന്താണ്? ഇതെന്താണ്? ഇത് ഇങ്ങനെ വരുന്ന സ്ട്രക്ചറൊക്കെ സെറ്റ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാല് എല്ലാം ഒബേ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഒബേ ചെയ്യുന്നുണ്ട്? ഇത് കോൺജുഗേറ്റഡ് ആണ്, സൈക്ലിക് ആണ്. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം വിചാരിച്ചു അരോമാറ്റിക് ആണെന്ന്. പക്ഷെ ഇതെന്തല്ല? പ്ലനാർ അല്ല. കാരണം അതിന്റെ ഷേപ്പ് എന്തുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. അത് ഈ ഷേപ്പിൽ മാത്രം നിൽക്കുക അല്ല. അതിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഷേപ്പ് സിസ് ട്രാൻസ് അങ്ങനെ ഇതിലോട്ട് അതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഷേപ്പ് എന്തുകൊണ്ടും മാറിക്കൊണ്ടിരിക്കും. അത് പ്ലനാർ അല്ല. അതെന്തല്ല? പ്ലനാർ അല്ല. അതുകൊണ്ട് ഇതെന്താണ്? നോൺ അരോമാറ്റിക് ആണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ 3 കേസുകളാണ്: സൈക്ലിക്, കോൺജുഗേറ്റഡ്, അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാം. സോ അപ്പൊ ഇത്രയൊക്കെയാണ് അറിയാള്. അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ, അതിന്റെ ഒരു ആന്റി അരോമാറ്റിസിറ്റിന്റെ ഒരു റൂളൊക്കെ നമ്മൾ അറിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ട്രിക്ക് അറിയണം. അരോമാറ്റിസിറ്റി, നോൺ അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള
ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് എന്തൊക്കെയാന്നുള്ളത് നമ്മൾ അറിയണം. അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ നമ്പർ ഓഫ് ദി ഇലക്ട്രോൺസ് 2, 6, 10, 14 അങ്ങനെ ആയിരിക്കും. അതായത് 4n+2 പൈ ഇലക്ട്രോൺസ് അത് ഒബേ ചെയ്യണം. ആന്റി അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 4, 8, 12, 16 ആയിരിക്കും. അത് 4n പൈ ഇലക്ട്രോൺസ് ഒബേ ചെയ്യണം. ഈ രണ്ട് കാര്യം മനസ്സിലാക്കുക. അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് 4n+2 പൈ ഇലക്ട്രോൺസ് ഒബേ ചെയ്യണം. ആന്റി അരോമാറ്റിക് ആണെങ്കിൽ അത് 4n പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? അത് ഒബേ ചെയ്യണം. ഈ രണ്ട് കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. കോൺജുഗേറ്റഡ് ആണോ നോക്കുക, സൈക്ലിക് ആണോ നോക്കുക. കോൺജുഗേറ്റഡ് ആണോ നോക്കുക, സൈക്ലിക് ആണോ നോക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പ്ലനാറിലാണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മൂന്ന് കാര്യങ്ങൾ ഒബേ ചെയ്ത് നമുക്ക് മനസ്സിലായത് ഒന്നെങ്കിൽ അരോമാറ്റിക് ആവാം, ആന്റി അരോമാറ്റിക് ആവാം. അപ്പൊ ഇതിനി ഈ ഒരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അത് ആന്റി അരോമാറ്റിക് ആണോ അരോമാറ്റിക് ആണോ എന്ന് അറിയണം. അരോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 4n+2 പൈ ഇലക്ട്രോൺസ് ഒബേ ചെയ്യും. ആന്റി അരോമാറ്റിക് ആണെങ്കിൽ 4n പൈ ഇലക്ട്രോൺസ് ആയിരിക്കും ഒബേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു എക്സാമ്പിൾസ് വെച്ച് നോക്കാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഇതാ ബ്യൂട്ടാഡൈനൽ ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇതെന്താണ്? ഒന്നാമത്തെ റൂൾ എന്താണ്? സൈക്ലിക് ആണോ എന്നുള്ളത്. ഇത് സൈക്ലിക് ആണ്, അപ്പൊ കറക്റ്റ് ആണ്. രണ്ടാമത്തെ എന്താണ്? കോൺജുഗേറ്റഡ് ആണെന്ന്. കോൺജുഗേറ്റഡ് അല്ലേ? കോൺജുഗേറ്റഡ് ആണ്, അപ്പൊ കറക്റ്റ് ആണ്. മൂന്നാമത്തെ എന്താണ്? പ്ലനാർ ആണെന്ന്. പ്ലനാറും ആണ്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് വെദർ ഇറ്റ് ഈസ് അരോമാറ്റിക് ആന്റി അരോമാറ്റിക് ആവാം. ഇത് നോൺ അരോമാറ്റിക് അല്ല എന്തായാലും. അപ്പൊ ആന്റി അരോമാറ്റിക് ആണോ നോൺ എന്താ അരോമാറ്റിക് ആണോ എന്ന് അറിയണം നമുക്ക്. അപ്പൊ ഇത് എന്താണ്? എത്ര ഇലക്ട്രോൺ ഒബേ ചെയ്യേണ്ടതാകാം. അപ്പൊ നമുക്ക് ഇത് എത്ര ഇലക്ട്രോൺ? 2 ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു എന്താ പറയാ 4n എത്രയാണ് ഇലക്ട്രോൺസ് ഒബേ ചെയ്യേണ്ടത് നോക്കാം. 4n+2 ഇലക്ട്രോൺസ് ആണോ ഒബേ ചെയ്യുന്നത് നോക്കാം. നമുക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. അതായത് ഇതിന് 2 ഇലക്ട്രോൺ, ഇത് 2 ഇലക്ട്രോൺ ആയി 2+2 ആയിട്ട് മാറുമ്പോ 4 ആണ്. 4 വരുന്നത് ആന്റിയില വരുന്നത്. അപ്പൊ ഇതെന്താണ്? ആന്റി അരോമാറ്റിക് ആണ്. ആന്റി അരോമാറ്റിക് ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഇത് ആന്റി അരോമാറ്റിക് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ആന്റി അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത്. റൈറ്റ്? അത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് നമുക്കൊരു കോമ്പൗണ്ടിന്റെ ഒരു എക്സാമ്പിൾ എടുക്കണം. എക്സാമ്പിൾസ് മോസ്റ്റ് ഓഫ് ദി എക്സാമ്പിൾസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് അരോമാറ്റിക്, ഇത് സൈക്ലിക് അല്ലേ? സൈക്ലിക് ആണ്. കോൺജുഗേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ വീഡിയോ അനുസരിച്ച് എന്താണ്? കോൺജുഗേറ്റഡ് ആണ്. മൈനസ് വന്നു. കോൺജുഗേറ്റഡ് ആണ്. ഒരു ഇതിലും വ്യത്യാസമില്ല. പ്ലനാർ ആണ്. ദർ ഇസ് നോ ചേഞ്ച്. പ്ലനാർ ആണ്. അപ്പൊ മൂന്ന് കാര്യങ്ങൾ ഇത് ഒബേ ചെയ്തു. ഞാൻ അരോമാറ്റിക് ആണോ നോൺ അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്ന് അറിയണം. അപ്പൊ അറിയാൻ വേണ്ടി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ 2 ഇലക്ട്രോണ്, ഇതിന് 2 ഇലക്ട്രോണ്. എടാ ഈ പൈ ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോണ് ഷെയർ ഉണ്ട്? 2 അല്ലേ? ഇത് 2. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് എത്ര ഇലക്ട്രോൺ എന്താവും? 2 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലേ? 2 ഇലക്ട്രോൺ ഉണ്ടാവില്ലേ? 2 ഇലക്ട്രോൺ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. നെഗറ്റീവ് കണ്ട അപ്പൊ എന്ത് ചെയ്യാ? 2 ഇലക്ട്രോൺ ആഡ് ചെയ്യുക. 6 ഇലക്ട്രോൺ. 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? 4n+2 അല്ലേ വരുന്നത്? 4n+2 ഇലക്ട്രോൺ അല്ലേ? ഇതിന് എത്ര കൊടുക്കുക? 4 ഇൻറ്റു 1+2 എന്ന് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടി? 6 പൈ ഇലക്ട്രോൺസ് എന്ന് കിട്ടിയില്ലേ? എത്ര ഇലക്ട്രോൺസ് കിട്ടി? 6 പൈ ഇലക്ട്രോൺസ് എന്ന് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? അരോമാറ്റിക് ആണെന്നുള്ളത്. ഈ ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണെന്ന് മനസ്സിലായി. വേറൊരു എക്സാമ്പിൾസ് നമ്മൾക്ക് നൽകാം. ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. രണ്ട് സൈഡിലും പോസിറ്റീവ് ഉണ്ട്. അപ്പൊ എന്തായാലും സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, പ്ലനാർ ആണ്. ഇത് എത്ര ഇലക്ട്രോൺസ്? പോസിറ്റീവ് ആണെങ്കിൽ എത്രയായിരിക്കും? നമ്മൾ 0 ഇലക്ട്രോൺ ആണ് കൊടുക്കേണ്ടത്. പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ 0 ഇലക്ട്രോൺ ആണ്. ഡബിൾ ബോണ്ട് ഒന്ന് 2 ഇലക്ട്രോൺ. ഇതിന് 0, ഇതിന് 0. അപ്പൊ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 4 ഇൻറ്റു എത്ര ഇലക്ട്രോൺ? 0+2 ആയാലല്ലേ 2 ഇലക്ട്രോൺ 2 പൈ ഇലക്ട്രോൺസ് വരുന്നത്. 4n പൈ ഇലക്ട്രോൺസ് നോക്ക്. 4 ഇൻറ്റു എത്ര ചെയ്താൽ നമുക്ക് 2 കിട്ടും? കിട്ടില്ലല്ലോ. അപ്പൊ എന്തായാലും 4n പൈ ഇലക്ട്രോൺസ് അല്ല, ആന്റി അരോമാറ്റിക് അല്ല. പക്ഷെ 4n+2 നമുക്ക് 4 ഇൻറ്റു 0+2 എന്ന് ചെയ്താൽ 2 പൈ ഇലക്ട്രോൺസ് കിട്ടും. 2 ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? അരോമാറ്റിക് ആണെന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അരോമാറ്റിക് ആണോ അല്ലെന്ന് കിട്ടി. നിങ്ങൾക്ക് കോമ്പൗണ്ടുകളൊക്കെ തന്നുകാണ്ട് ഇതിൽ ഏതാണ് അരോമാറ്റിക്, ഇതിൽ ഏതൊക്കെ അരോമാറ്റിക് അല്ല എന്ന് മനസ്സിലാവും. MSc കുട്ടികളാണെങ്കിൽ അരോമാറ്റിസിറ്റി എന്നുള്ളൊരു ഭാഗം തന്നെ പഠിക്കാണ്ട്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്തൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. ഇത് അരോമാറ്റിക് ആണ്, ആന്റി അരോമാറ്റിക്, സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, പ്ലനാർ ആണ്. 2+0 ആയിട്ട് മാറുമ്പോ 2 പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരോമാറ്റിക് ആണ്. 4n+2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എന്ന് പറയാനുള്ളത് എന്താണ്? നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്
OH എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, റിങ്ങിന്റെ ഉള്ളിലുള്ള ഉള്ളിലുള്ള ഡബിൾ ബോണ്ടുകൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. പുറത്തുള്ള ഡബിൾ ബോണ്ടുകൾ കൺസിഡർ ചെയ്യരുത്. ഫോർ അണ്ടർസ്റ്റാൻഡിങ്, റിങ്ങിന്റെ ഉള്ളിലുള്ള ഡബിൾ ബോണ്ടുകൾ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ അരോമാറ്റിസിറ്റി ആണ് നോക്കുന്നത്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അപ്പൊ എന്ത് ചെയ്യാ നോക്കുക, 2+2+2+, ഇത് അരോമാറ്റിക് സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, അതിലൊന്നും ഡിഫറൻസ് ഇല്ല. നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു സംഭവമാണ്. ഞാൻ ബാക്കിലോട്ട് നോക്കുന്നൊന്നും വിചാരിക്കണ്ട, എന്റെ കുട്ടീന്റെ ബാക്കിൽ, അതുകൊണ്ടാണ് ഞാൻ അവനങ്ങനെ നോക്കുന്നത്. അവനൊന്ന് ശ്രദ്ധിക്കാനും ചിലപ്പോൾ എനിക്ക് പണി വരും. അപ്പൊ എന്താണ്, 4n+2 ഇലക്ട്രോൺ ഒബേ ചെയ്യുന്നില്ലേ? 4x1+2 ആയിട്ട് മാറുമ്പോൾ 6 ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പൊ എന്താണ്, അരോമാറ്റിക് ആണ്. അരോമാറ്റിക് ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു അടുത്ത ക്വസ്റ്റ്യന്, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ നോട്ടിൽ എഴുതി വെച്ചിട്ടാണ്. ദാറ്റ്സ് വൈ ഐ ആം ലിസ്ണിംഗ്. ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം എല്ലാ പ്രീവിയസും അങ്ങനെയൊക്കെ ഓരോ തപ്പിക്കാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല്, ഇതിന് നമ്മൾ ഫുറാന്, വെദർ ഇറ്റ് ഈസ് അരോമാറ്റിക് ഓർ ആന്റി അരോമാറ്റിക്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണുകൾ ഇങ്ങനെ പുറത്തു വന്നതിനെ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ മാത്രമേ കൺസിഡർ, കാരണം അതാണ് അരോമാറ്റിസിറ്റിയിൽ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ബാക്കി പുറത്തുള്ള ഇലക്ട്രോണ് അരോമാറ്റിസിറ്റിയിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലുള്ള ഇലക്ട്രോണുകൾ മാത്രം കൺസിഡർ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് 2 ഇലക്ട്രോണ് ഇവരെന്താണ് 2, ഇവർക്ക് 2 ഇലക്ട്രോണ്. ഇതിന് കൊടുക്കണം, വേണ്ട, ഇതിന് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോ 6 ഇലക്ട്രോൺ. അപ്പൊ ഇതെന്താണ്, അരോമാറ്റിക് ആണെന്ന് പറയാം. ഇനി അങ്ങനെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, പൈറോള് അരോമാറ്റിക് ആണോ ആന്റി അരോമാറ്റിക് ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഓഫ്കോഴ്സ് 2+2+2 ഇലക്ട്രോൺ ആയിട്ട് മാറുമ്പോ എന്താണ്, 6 ഇലക്ട്രോൺ ആണ്. ഇത് എന്താണ്, അരോമാറ്റിക് ആണെന്ന് അറിയാം, അരോമാറ്റിക് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ്, വരാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പുറത്തുള്ള നെഗറ്റീവ് അല്ല, പുറത്തുള്ള ഇലക്ട്രോണിനെയും പുറത്തുള്ള ഡബിൾ ബോണ്ടിനെയും നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ എത്ര ഉണ്ട്, 2+2+2 ഇലക്ട്രോൺ ആയിട്ട് മാറുമ്പോൾ ഇത് കൺസിഡർ ചെയ്യില്ല. അപ്പൊ 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ പൈറോൾ എന്താണ്, പീരീഡ് എന്തായിരിക്കും, അരോമാറ്റിക് ആണ്. ഇനി നെക്സ്റ്റ് ഉള്ള എക്സാമ്പിൾ എന്ന് പറയാനുള്ളത്, യെസ്, ഇതെന്താണ്, അരോമാറ്റിക് ആണ്. ബിക്കോസ് എന്താണ്, ഇത് 6 ഇലക്ട്രോൺ ഉണ്ട്, ഇതും 6 ഇലക്ട്രോൺ ഉണ്ട്. ബൈഫീനയിൽ എന്താണ്, അരോമാറ്റിക് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അരോമാറ്റിക് ആയിരിക്കും എന്ന് പറയാം. ഇനി സ്റ്റെബിലിറ്റി, ഇനി ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അരോമാറ്റിസിറ്റിയും ആൻഡ് അരോമാറ്റിസിറ്റി ഒക്കെ വിട്ടിട്ട് സ്റ്റെബിലിറ്റി, ഇതിൽ ഏതാണ് സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് ഓർഡർ ചെയ്യാൻ പറയും. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അരോമാറ്റിക്, നോൺ അരോമാറ്റിക്, ആന്റി അരോമാറ്റിക് ഏതൊക്കെ കോമ്പൗണ്ടുകൾ എന്നുള്ള ഈ റൂൾ അനുസരിച്ച് കണ്ടുപിടിക്കുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. സ്റ്റെബിലിറ്റി നോക്കുമ്പോൾ, സ്റ്റെബിലിറ്റി ഏറ്റവും കൂടിയ ആളാരായിരിക്കും, അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. ഏറ്റവും കൂടിയ സ്റ്റെബിലിറ്റി കൂടിയത്. പിന്നുള്ളതാണ് നോൺ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. പിന്നുള്ള ആളാണ് ആന്റി അരോമാറ്റിക് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആരായിരിക്കും, അരോമാറ്റിക് ആയിരിക്കും. പിന്നുള്ള ആളാണ് നോൺ അരോമാറ്റിക്, പിന്നുള്ള ആളാണ് ആന്റി അരോമാറ്റിക് എന്ന് പറയുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോ എക്സാമിന് ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് ചോദിക്കും. അപ്പൊ ആ കോമ്പൗണ്ടിന്റെ എന്ത് കണ്ടുപിടിക്കുക, അരോമാറ്റിക് ആണോ, നോൺ അരോമാറ്റിക് ആണോ, ആന്റി അരോമാറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. പിന്നെ നോൺ അരോമാറ്റിക് ആയിരിക്കും, പിന്നെ ആന്റി അരോമാറ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അറേഞ്ച് ഇൻ ഡിക്രീസിങ് സ്റ്റെബിലിറ്റി ഓർഡർ. സ്റ്റെബിലിറ്റി ഓർഡറിന്റെ ഡിഗ്രീസ് അനുസരിച്ച് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യാന് ഇവിടുത്തെ പേപ്പർ നിന്ന് ഇരിക്കുക. കോമ്പൗണ്ടുകൾ തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്.
ഓക്കെ ഓക്കെ. അപ്പോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അറേഞ്ച്മെന്റിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് സ്റ്റെബിലിറ്റി, ഡിഗ്രീസിങ് ഓർഡർ ഓഫ് ദ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഫോൺ ചാർജ് ചെയ്യുന്നു. ഡിഗ്രീസിങ് ഓർഡർ അനുസരിച്ചുള്ള സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? അരോമാറ്റിസിറ്റി, ആന്റി അരോമാറ്റിസിറ്റി കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ട് എന്താണ്? ഒന്നാമത്തെ കോമ്പൗണ്ട് എന്താണ്? കോൺജുഗേറ്റഡ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ടാ വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൈക്ലിക് ആണ്, ശരിയാണ്. ഒന്നാമത്തെ റൂള് സൈക്ലിക് ഇതായി. ഇനി കോൺജുഗേറ്റഡ് ആണോ അല്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ കോൺജുഗേറ്റഡ് ആണോ എന്ന് അറിയണം. ഇത് വെദർ ഇറ്റ് ഈസ് കോൺജുഗേറ്റഡ് അല്ല. ഇതെന്താ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് അങ്ങനെയാണ് വന്നത്. ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ഡബിൾ ബോണ്ട് ആണോ വരുന്നത്? അല്ല. അപ്പൊ ഇത് നോൺ കോൺജുഗേറ്റഡ് ആണ്. അപ്പൊ എന്തല്ല? അരോമാറ്റിക്കും അല്ല, ആന്റി അരോമാറ്റിക്കും അല്ല. അപ്പൊ ഇതെന്താണ്? നോൺ അരോമാറ്റിക് ആണ്. അപ്പൊ ഒന്നാമത്തെ കോമ്പൗണ്ട് നോൺ അരോമാറ്റിക് ആ, മനസ്സിലായി. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ആണ് അറിയേണ്ടത്. രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്ക്. ഇതെന്താ? സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്, പ്ലനാർ ആണ്. ഇനി ഇത് ആന്റി അരോമാറ്റിക് ആവാം. വെദർ ഇറ്റ് ഈസ് ആന്റി അരോമാറ്റിക് ആണ് നോക്കുക. ഡബിൾ ബോണ്ട് കൊടുക്കുന്ന ഇലക്ട്രോൺ 2 നെഗറ്റീവ് കൊടുക്കുന്ന ഇലക്ട്രോൺ 2. അപ്പൊ 4 ഇലക്ട്രോൺ ആണ്. 4 ഇലക്ട്രോൺ ആരാ തരുന്നത്? 4n + 2 പൈ ഇലക്ട്രോൺ ആണോ? 4n പൈ ഇലക്ട്രോൺ ആണോ 4 ഇലക്ട്രോൺ തരുന്നത്? 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലല്ലടാ 4n പൈ ഇലക്ട്രോൺസ് കിട്ടുന്നത്. 4 പൈ ഇലക്ട്രോൺസ് ഇവിടെ എന്ത് കൊടുത്താല് 4ന് 0 കൊടുത്താല് 2 കിട്ടുള്ളൂ. 4ന് 1 കൊടുത്താൽ 6 ആയിട്ട് മാറി. അപ്പൊ എന്തല്ല? അരോമാറ്റിക് അല്ല. അപ്പൊ അതെന്താണ്? ആന്റി അരോമാറ്റിക് ആണ്. നിങ്ങൾ വിചാരിച്ചത് അരോമാറ്റിക്, പക്ഷെ നിങ്ങൾ ചെയ്ത് നോക്കുക. എൻട്രൻസ് എക്സാമിന് എങ്ങനെ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഒന്ന് നോക്കി നോക്കുക. ഇതെന്തായിരിക്കും? 2 + 2 എന്തായിരിക്കും? 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ 6n പൈ ഇലക്ട്രോൺസ് 4n + 2 ഇലക്ട്രോൺ ആയിരിക്കും തരുന്നത്. പൈ ഇലക്ട്രോൺസ് തരുന്നത്. അങ്ങനെ ഇതെന്താണ്? അരോമാറ്റിക് ആണ്. അപ്പൊ നമുക്ക് ഡിഗ്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. ഡിഗ്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ആർക്കാണ്? അരോമാറ്റിക് ആയിട്ടുള്ള ഈ കോമ്പൗണ്ടിനാണ്. പിന്നെ വരുന്ന ആള് ഇവര്, പിന്നെ തേർഡ് ഇവരാണ് വരിക, ഒന്നാമത്തെ ആള് ഇവര്. അപ്പൊ പിന്നെ രണ്ടാമത്തെ വരുന്ന സ്റ്റെബിലിറ്റി ഉള്ള ആരാണ്? നോൺ അരോമാറ്റിക് ആയിട്ടുള്ള ആളാണ്. പിന്നെ വരുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ആന്റി അരോമാറ്റിക്. അപ്പൊ ഈ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമുക്ക് ഓർഡർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വരാറുള്ളൂ. ഇനി MSc പഠിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അവർക്ക് 1 വേർഡിന് ചോദിക്കാറുണ്ട്, MSc 1 വേർഡിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. സെറ്റിന് പഠിക്കുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇതിന്റെ കോൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. അപ്പൊ ഇത് വലിയ പണിയൊന്നുമില്ല കണ്ടുപിടിക്കാൻ. ഓപ്ഷൻസ് നോക്കിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ്സ് ഓൾ. So today class I'm going to wind up. That's all.